നമ്മൾ എന്നും ഉപയോഗിക്കുന്ന വെള്ളമില്ലേ, അതെവിടുന്നാ വരുന്നതെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? അതിന് പിന്നില് ശരിക്കും പറഞ്ഞ വലിയൊരു കഥ തന്നെയുണ്ട്. ഒരു പുഴയിൽ നിന്ന് തുടങ്ങി നമ്മുടെ വീട്ടിലെ ടാപ്പിലൂടെ ഒഴുകി അവസാനം നമ്മുടെയൊക്കെ ശരീരത്തിൽ വരെ എത്തുന്ന ഒരു അടിപൊളി യാത്ര. ആ യാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ ഒരു നിഷ്കളങ്കമായ ചോദ്യത്തിൽ നിന്നാണ്. ഒരു കുട്ടി പുഴയോട് ചോദിക്കുകയാണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുള്ളൊരു സംശയമല്ലേ ഇത്? പക്ഷേ ആ ചോദ്യത്തിന് പുഴ കൊടുക്കുന്ന മറുപടി കേൾക്കുമ്പോഴാണ് ഈ യാത്രയുടെ പ്രാധാന്യം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. എന്താണെന്നോ, ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. അതെ, ഈ യാത്ര നിന്നാൽ നമ്മുടെ ജീവിതം തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാവും. ശരി, അപ്പൊ നമുക്ക് ഈ പുഴയുടെ കഥയിലേക്ക് കടക്കാം അല്ലേ? ഇതാണ് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം. ഓക്കേ, അപ്പൊ പുഴയുടെ കഥയിൽ നിന്ന് നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് വരാം. അതായത് നിങ്ങളുടെ ടാപ്പിലേക്കുള്ള ആ യാത്ര. പക്ഷേ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പുഴയിലെ വെള്ളം എങ്ങനെയാണ് ഒരു ടാപ്പ് തുറക്കുമ്പോൾ ഇത്ര ശുദ്ധമായി നമുക്ക് കിട്ടുന്നത്? വെറുതെ അങ്ങ് വരുന്നതല്ല, അതിന് പിന്നില് വലിയൊരു പ്രോസസ്സ് തന്നെയുണ്ട്. ദാ ഇതാണ് ആ പ്രോസസ്സിന്റെ ഒരു ചിത്രം. പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ കടത്തിവിട്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഒറ്റയടിക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷെ പേടിക്കണ്ട, നമുക്കിത് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അപ്പോ ഈ വലിയ പ്രോസസ്സിനെ നമുക്ക് പ്രധാനമായും 6 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത്, പുഴയിൽ നിന്ന് വരുന്ന വെള്ളത്തിലെ ഇല, കമ്പ് പോലുള്ള വലിയ വേസ്റ്റൊക്കെ അങ്ങ് അരിച്ചുമാറ്റും. രണ്ടാമതായി, ഈ വെള്ളം ഒരു വലിയ ടാങ്കിൽ കുറേ നേരം വെറുതെ നിർത്തിയിടും. അപ്പൊ എന്ത് സംഭവിക്കും? മണ്ണും ചെളിയും പോലുള്ള ഭാരമുള്ള സാധനങ്ങളൊക്കെ മെല്ലെ താഴെ അടിയും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇവിടെ പലതരം ഫിൽറ്ററുകളിലൂടെ വെള്ളം കടത്തിവിടും. അപ്പോൾ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ചെറിയ അഴുക്കുകൾ വരെ ക്ലീനാവും. നാലാമത്തെ ഘട്ടം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. വെള്ളത്തിലെ അണുക്കളെ നശിപ്പിക്കണം. അതിനായി ക്ലോറിൻ ചേർക്കും. ഇതോടെയാണ് വെള്ളം കുടിക്കാൻ സേഫ് ആവുന്നത്. അതിനുശേഷം ഇങ്ങനെ ശുദ്ധീകരിച്ച വെള്ളം വലിയ ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യും. അവസാനം 6ാമത്തെ സ്റ്റെപ്പിൽ ഈ ടാങ്കുകളിൽ നിന്നാണ് പൈപ്പുകൾ വഴി നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് വെള്ളമെത്തുന്നത്. കണ്ടില്ലേ? അങ്ങനെ പുഴയിൽ നിന്ന് തുടങ്ങിയ വെള്ളത്തിന്റെ യാത്ര ഇപ്പൊ നമ്മുടെ വീടുകളിലെത്തി. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. ഒരു ദിവസം നമ്മൾ എത്രത്തോളം വെള്ളം ഉപയോഗിക്കുന്നുണ്ടാവുമെന്ന് വല്ല ഐഡിയയുണ്ടോ? നമ്മൾ വിചാരിക്കും, കുടിക്കാനൊരു 2-3 ലിറ്റർ അത്രയല്ലേ വേണ്ടൂന്ന്. പക്ഷേ പാചകം ചെയ്യാനും പാത്രം കഴുകാനും കുളിക്കാനും വീട് വൃത്തിയാക്കാനുമൊക്കെയായി നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ കിട്ടുന്ന കണക്ക് ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കും. ഏകദേശം 125 ലിറ്റർ വെള്ളം. അതെ, ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത് അത്രയുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതെത്ര വലിയൊരു അളവാണെന്ന്. പുറത്തുള്ള ആവശ്യങ്ങൾക്ക് തന്നെ ഇത്രയധികം വെള്ളം വേണമെങ്കിൽ പിന്നെ നമ്മുടെ ശരീരത്തിന് വെള്ളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. സത്യത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും വെള്ളം തന്നെയാണ്. ഈ കണക്കുകൾ കാണുമ്പോഴാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. നമ്മുടെ രക്തത്തിന്റെ 94% വെള്ളമാണ്. ശ്വാസകോശത്തിൽ 83%. എന്തിന്? നമ്മുടെ ചിന്തകളെയും ഓർമ്മകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിൽ പോലും 73% വെള്ളമാണ്. ഇതിൽ നിന്നെന്താ മനസ്സിലാവുന്നത്? വെള്ളമില്ലാതെ നമുക്കൊരു നിലനിൽപ്പില്ല, അത്ര തന്നെ. നമ്മുടെ ശരീരത്തിന് ഇത്രയേറെ ആവശ്യമുള്ള ഈ വെള്ളത്തിന് ശരിക്കും പറഞ്ഞാൽ ചില മാന്ത്രിക കഴിവുകളുണ്ട്. നമ്മൾ എന്നും കാണുന്ന പക്ഷെ അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സിമ്പിൾ കാര്യങ്ങൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ നാരങ്ങാ വെള്ളം ഉണ്ടാക്കുമല്ലേ, അതില് പഞ്ചസാരയിട്ട് നന്നായി ഇളക്കും. കുറച്ചു കഴിയുമ്പോഴോ ആ പഞ്ചസാര കാണാനേ ഇല്ല. അതെവിടെ പോയി? ഉത്തരം സിമ്പിളാണ്, അത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. ഇതിനെയാണ് നമ്മൾ ലേയത്വം അഥവാ സൊല്യുബിലിറ്റി എന്ന് പറയുന്നത്. പഞ്ചസാര മാത്രമല്ല, ഉപ്പും മറ്റൊരുപാട് സാധനങ്ങളും ഇങ്ങനെ അലിയിപ്പിക്കാൻ വെള്ളത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കഴിവുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ രക്തത്തിൽ അലിഞ്ഞ് എല്ലാ ഭാരത്തേക്കും എത്തുന്നത്. കണ്ടില്ലേ? ഇതാണ് വെള്ളത്തിന്റെ ആദ്യത്തെ മാജിക്. ഇനി നമുക്ക് വെള്ളത്തിന്റെ അടുത്ത ഒരു കൗതുകം നോക്കാം. ചില സാധനങ്ങൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും, വേറെ ചിലതോ നേരെ താഴേക്ക് പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കൂ. ഉത്തരം അവിടെ തന്നെയുണ്ട്. കുട്ടികളുണ്ടാക്കിയ കടലാസ് വഞ്ചികൾ വെള്ളത്തിൽ സുഖമായി ഒഴുകി നടക്കുന്നു. പക്ഷേ അതിന്റെ അപ്പുറത്ത് കാണുന്ന കല്ലെടുത്ത് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? അത് നേരെ താഴേക്ക് പോകുമല്ലേ? ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം ഒന്നേയുള്ളൂ,
സാന്ദ്രത, അതായത് ഡെൻസിറ്റി. വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ തടി, ഐസ്, കടലാസ് പോലുള്ളവയൊക്കെ പൊങ്ങിക്കിടക്കും. പക്ഷെ വെള്ളത്തേക്കാൾ ഡെൻസിറ്റി കൂടിയ കല്ല്, നാണയം, ഇരുമ്പാണി ഇതൊക്കെ താഴേക്കും പോകും. സംഭവം ഭാരം മാത്രമല്ല, ഒരു വസ്തുവിന് എത്രത്തോളം ഒതുക്കമുണ്ട് എന്നതും ഇവിടെ പ്രധാനമാണ്. ഇനി വെള്ളത്തിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതിന് സ്വന്തമായി ഒരു രൂപമേ ഇല്ല എന്നതാണ്. നിങ്ങളതിനെ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് അത് ആ പാത്രത്തിന്റെ രൂപം സ്വീകരിക്കും. സ്വന്തമായിട്ട് ഒരു നിറമോ മണമോ പോലുമില്ല. ഈ ഒരു പ്രത്യേകതയാണ് വെള്ളത്തെ ജീവന്റെ തന്നെ ഒരു യൂണിവേഴ്സൽ മീഡിയമാക്കി മാറ്റുന്നത്. അപ്പോ നമ്മുടെ ടാപ്പിൽ കിട്ടുന്ന നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായ ഇത്രയധികം അത്ഭുതങ്ങൾ ഒളിപ്പിച്ചുവെച്ച ഈ വെള്ളം അത് ലോകത്തെല്ലാവർക്കും ഇതുപോലെ എളുപ്പത്തിൽ കിട്ടുന്നുണ്ടാവോ? നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. കാരണം ഓരോ തുള്ളിയും അത്രയേറെ വിലപ്പെട്ടതാണ്. ഈ കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു നിമിഷം ഞെട്ടിപ്പോകും. ലോകത്ത് ഏകദേശം 200 കോടി ആളുകൾക്ക് ആവശ്യത്തിന് ശുദ്ധജലം കിട്ടുന്നില്ല. അതായത് ലോകത്തിലെ 4ൽ ഒരാൾക്ക്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ വെറുതെ ഒരു ടാപ്പ് തുറക്കുമ്പോൾ കിട്ടുന്ന ഈ വെള്ളം അവർക്കൊക്കെ ഒരു വലിയ സ്വപ്നം മാത്രമാണ്. അപ്പോ നമ്മുടെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം ഇതാണ്. ജലം ജീവന്റെ ഉറവിടമാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ള ജലം നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തുക? അല്ലെങ്കിൽ ഉള്ളതിനെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? ഈ ചോദ്യം അത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടതൊന്നാണ്.